ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റന്നാളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. എന്താണ് സാധ്യത? ആര് വിജയിക്കും ഇവിടെ പാലക്കാട്? നമ്മുടെ താമരത്തിന് തന്നെ ജയിക്കുക. ഇവിടെ സ്ഥാനാർത്ഥിക്കൊന്നും പ്രാധാന്യമില്ല. നമ്മൾ ചിഹ്നം ഏത് പറഞ്ഞാൽ നമ്മൾ ജയിപ്പിക്കും. ഇനിയിപ്പോൾ സുരേന്ദ്രൻ മാറിയാലും ശരി, ഇനിയിപ്പോൾ സന്ധ്യവാരി മാറിയത്തിന് നരേന്ദ്രമോദി മാറിയാലും ശരി ഇല്ല. നമ്മുടെ ചിഹ്നത്തിനാണ് നമ്മൾ പ്രാധാന്യം. മോഡി മാറിയാലും അടുത്ത ആരെ നമ്മൾ ജയിപ്പിക്കും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്, അതാണ് വികാരം, അതാണ് നമ്മുടെ വികാരം. അതിലൊരു മാറ്റമില്ല. അല്ല, ഈ സന്ദീപ് വാര്യര് അവസാന നിമിഷം കോൺഗ്രസിലേക്ക് പോയത് BJPയുടെ സാധ്യത കെടുത്തുവോ? ഞാൻ അതിന് ഉദാഹരണം നേരത്തെ പറഞ്ഞില്ല. വ്യക്തിക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല, ചിഹ്നത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇനിയിപ്പോൾ സന്ധ്യവാരിക്ക് എന്ത് വേണം ഞാൻ ചിന്തിക്കാം. ഇപ്പം നാളെ അയാൾ സുന്നത്ത് കഴിക്കണ്ടേ, നമുക്ക് തടുക്കാൻ പറ്റില്ല. അത് അയാളുടെ ആവശ്യമാണ്, അയാൾ ചെയ്തോട്ടെ. ഭാര്യയൊന്നും വിളിക്കാൻ സാധ്യതയില്ല. സന്ദീപ് അത്ര തന്നെ. ഓക്കെ, പറ, അഭിപ്രായം പറഞ്ഞേ. ആര് ജയിക്കും? ജയിക്കുന്നത് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. എന്തുകൊണ്ടാണ് കൂടെ നമ്മുടെ പ്രസ്ഥാനത്തിൽ വ്യക്തികളെ നമ്മൾ പ്രസ്ഥാനമാണ് നമുക്ക് വലുത്. അതിനനുസരിച്ച് ഞങ്ങൾ പോകുന്നു. ഇനിയിപ്പോൾ ഇയാൾ പോയത് കൊണ്ടൊന്നും നമ്മുടെ ക്ഷീണമൊന്നും സംഭവിക്കാൻ പോലില്ല. ഒന്നും കൂടി ഉറച്ചു കിട്ടി നമുക്ക് ഈ പ്രദേശം. തിരുവനന്തപുരത്തുണ്ടായിരുന്നു, ഇയാൾ മാറിയ സമയത്ത് മാറിയതോ മറ്റേ കോൺഗ്രസിൻ്റെ പറയാറുള്ള ചാനലിലൊക്കെ കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്നൊക്കെ അതിലേക്കാണ് പോയി ചാടിയത്. വ്യക്തിക്ക് സ്ഥാനമേ കൊടുക്കില്ല ഞങ്ങൾ. വ്യക്തിക്ക് സ്ഥാനം കൊടുക്കുന്നില്ല. യെസ്, പാർട്ടിയാണ് വലുത്, പാർട്ടിയാണ് വികാരം, ചിഹ്നമാണ് വികാരം. വന്നേ, വാ ചെറുപ്പക്കാർ, വാ, മാറി നിൽക്കാതെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധ്യത? ആർക്കാം ഇവിടെ സാധ്യത? കൃഷ്ണകുമാർ ജയിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ, പണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമുക്ക് ക്രമാതീതമായ വോട്ടിൻ്റെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണകുമാർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് 17,000 വോട്ടിൻ്റെ ലീഡിലായിരുന്നു ഷാഫി ജയിച്ചത്. നേരെ 2021 നോക്കിക്കഴിഞ്ഞാൽ 3,800 കുറഞ്ഞു. അപ്പോൾ ക്രമാതീതമായിട്ട് BJPക്ക് ജയിക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നോക്കിക്കഴിഞ്ഞാൽ ഷാഫി അല്ല, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഗവൺമെന്റ് ദോസ്തായതുകൊണ്ടല്ലേ പത്തനംതിട്ടക്കാരൻ പാലക്കാട് വന്ന് മത്സരിക്കുന്നത്. പാലക്കാട് അവർക്ക് കോൺഗ്രസിന് നേതാവുണ്ടോ? അപ്പോൾ ഈ വ്യാജ ID കാർഡ് വരെ നിർമ്മിച്ചൊരു വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്ന വ്യക്തി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ണിൽ അറിയും. 23-ാം തീയതി കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്ന് തിരിച്ചറിയും ജനങ്ങൾ. അനുകൂല സാഹചര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ കൃഷ്ണകുമാരേട്ടൻ തീർച്ചയായും ജയിക്കും, 100% ഉറപ്പിക്കാം. വന്നേ, വാ, മാറി നിൽക്കാതെ അഭിപ്രായം പറയൂ. അവസാന അവസരമാണ്. ഇനിയിപ്പോൾ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുക അല്ലേ? മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. EVM-ൽ ഏത് ചിഹ്നത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നമ്പർ 1 കൃഷ്ണകുമാരേട്ടനാണ്. താമരത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാവരും ആഗ്രഹം. കൃഷ്ണകുമാരേട്ടൻ ജയിക്കും തന്നെയാണ് ഇപ്പോഴും കോൺഫിഡൻസോടെ മൂത്താന്തരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമില്ല, പ്രസ്ഥാനത്തോടാണ് ഇവിടുത്തെ എല്ലാ ആൾക്കാരും നിൽക്കുക. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ മൂത്താന്തറ വലിയൊരു ചർച്ചാ വിഷയമായി അല്ലേ? മൂത്താൻ സമുദായം എല്ലാം ചർച്ചയിൽ ഇടം പിടിച്ചു. അതായത് ഇവിടെ നിന്ന് ഒരു പക്ഷേ ഈ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് BJPക്ക് കൊടുത്തുകൊണ്ടിരുന്ന വോട്ടുകൾ അത് ഭിന്നിച്ചു പോകും എന്ന് മനഃപൂർവ്വം ചില പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങോട്ട് പോവില്ല. എല്ലാവരും RSSന്റെ ശാഖയിലൂടെ വളർന്നു വന്ന ആൾക്കാരായതുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കില്ല. നമ്മളെല്ലാവരും പ്രസ്ഥാനം പറഞ്ഞ രീതിയിൽ തന്നെ നിൽക്കുള്ളൂ. ഇവിടുത്തെ മൂത്താന്തറയത്തായാലും മൂത്താൻ സമുദായമായാലും എല്ലാവരും പ്രസ്ഥാനം പറഞ്ഞതിന് കീഴിൽ മാത്രമേ നിൽക്കുള്ളൂ. വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. നമുക്ക് നമ്മുടെ ചിഹ്നവും ദേശീയതയോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ ഇവിടുത്തെ മൂത്താന്തരത്തെ എല്ലാ ജനങ്ങളും. മൂത്താന്തരയിലെ ജനങ്ങൾ എന്നും സംഘപ്രസ്ഥാനത്തിലൂടെ നിന്നിട്ടുള്ളൂ, ദേശീയതയ്ക്കൊപ്പം. ഈ സന്ദീപ് വാര്യർ എന്നൊരു ഉഴപ്പം പറയുന്നൊന്നും ജനങ്ങൾ ഇതാവില്ല. മൂത്താന്തരയിൽ അവന് കുടുംബമുണ്ട്, ഇതെല്ലാം പറയണ്ട. എവിടെയുണ്ട് കുടുംബം? ആരാണുള്ളത്? സന്ദീപ് വാര്യർ ഏറ്റവും വലിയൊരു തെമ്മാടിയാണ്. എന്താണ് പ്രസ്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയണത്? ഈ ബലിദാനികളുടെ ശ്രീനിവാസന്റെ പേരും പറഞ്ഞ് ഈ ചാനൽ മാധ്യമങ്ങളിൽ പറയുന്നത് എന്ത്? തോന്നിയാവാസം പറഞ്ഞ കർണം പൊട്ടിക്കാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. മൂത്താന്തര പറഞ്ഞ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കി. ഒന്നുമില്ല മൂത്താന്തരയിൽ BJP അല്ലാതെ വേറൊരു പ്രസ്ഥാനത്തിനും ഒരു ഇതുമില്ല. കാലങ്ങളായിട്ട് ജനസംഘം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുള്ള മണ്ണാണ്. ഇവിടെ ഒരു ഇത് CPM ആയാലും കോൺഗ്രസ് ആയാലും ഒരു അടവും ഇവിടെ നടക്കില്ല എന്ന് തന്നെ പറയാനുള്ളത്. ഇത് എന്നും സംഘപ്രസ്ഥാനത്തിനോട് കൂടെ നിൽക്കുന്ന ഒരു മണ്ണാണ് മൂത്താന്തര. ഓക്കെ, പറഞ്ഞ അഭിപ്രായം പറ. മൂത്താന്തര ഒരു വോട്ടെങ്കിലും കിട്ടില്ല അവർക്ക്, കോൺഗ്രസും മാർക്സിനും BJPക്ക് അല്ലാണ്ട്. അല്ല, മൂത്താന്തരയെ ഒന്ന്
ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നില്ലേ? ഇവിടുന്ന് പരമാവധി വോട്ടുകൾ കിട്ടുമെന്ന് നോക്കുന്നില്ല. നടക്കില്ല, അതൊന്നും നടക്കില്ല, അതൊന്നും നടക്കില്ല. ഇവിടെ ദേശീയതയോടൊപ്പം ഉള്ളതാണ്, ഈ ബോധപൂർവ്വം ഭിന്നിപ്പുണ്ടാക്കാൻ അത്രേ ഉള്ളൂ. സുരേഷ് കൃഷ്ണകുമാരനെ ജയിക്കുള്ളൂ. 100%. അറിയാത്തവരാണ് അവര്, മൂത്തന്മാരുടെ പൾസ് അറിയാത്തവരാണ് അവര്. മൂത്തന്മാർക്ക് അറിയാം ആരെ എങ്ങനെ ജയിപ്പിക്കണം എന്നുള്ളത്. നമ്മൾ ഇത്രകാലം BJP വോട്ട് ചെയ്ത് BJP ജയിക്കും പറഞ്ഞിട്ടാണ്, തോൽക്കും പറഞ്ഞിട്ടല്ല. തോറ്റിട്ട് നമ്മൾ കൂടെ നിൽക്കുന്ന കാരണം എന്താണ്? ഇനി എത്രയായാലും ശരി, ഇനി ഇതങ്ങനെയല്ല, ഇത് ജയിപ്പിച്ചേ തീരൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റം വരും. ജീവൻ മരണ പോരാട്ടം അതാണ്. ഇത് രക്തം ചിന്തിയിട്ടുള്ള പരിപാടിയാണിത്. ഇത് വിട്ടില്ല, ഇത് ജയിപ്പിച്ചേ ഉള്ളൂ. അതാണ്. ഓക്കെ.